നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകൾ വീണ്ടും തുറക്കാൻ സർക്കാർ ആലോചിക്കുകയാണ്. നിരവധി സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട്. ഈ അവസരത്തിൽ നാം ഒന്ന് ജാഗ്രത പാലിക്കുന്നത് നല്ലതായിരിക്കും. പല സിനിമകൾക്കും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രൈസ്തവ വിരുദ്ധ അജണ്ടകൾ നാം തിരിച്ചറിയണം. ഇക്കഴിഞ്ഞ കാലത്ത് പുറത്തിറങ്ങിയ സിനിമകളിൽ വിശ്വാസവിരുദ്ധമായ പല പരാമർശങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞും കാണാൻ സാധിക്കും. ആവിഷ്കാര സ്വാതന്ത്ര്യം മാനിക്കപ്പെടേണ്ടതാണ് എന്നതിൽ തർക്കമില്ല. എന്നാൽ ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെയും ആചാരത്തെയും ദുരീകരിക്കുന്ന രീതിയിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം അംഗീകരിക്കാനാവില്ല. വസ്തുതാവിരുദ്ധമായ ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഇത്തരക്കാർ മറ്റാർക്കോ വേണ്ടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിക്കുകയാണ്. ലഹരിയും അസന്മാർഗികതയും കൊണ്ട് കൂത്താടുന്നവരുടെ മനോവിഭ്രാന്തിയിൽ ഉരുത്തിരിയുന്ന മതനിന്ദ പ്രചരിപ്പിക്കുന്ന രംഗമായി സിനിമാ മേഖല മാറുന്നത് എതിർക്കപ്പെടണം. പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം. ഇല്ലെങ്കിൽ അത് നമ്മുടെ ഭാവി തലമുറയെ കാർന്നു തിന്നുന്ന വൻ വിപത്തായി മാറും എന്നതിൽ സംശയമില്ല. മലയാളത്തിൽ മതങ്ങളെയും വിശ്വാസങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും ആക്ഷേപഹാസ്യ മറവിൽ അവഹേളിക്കുന്നതിന് പിറകിൽ നാർക്കോട്ടിക് മാഫിയയുടെ ശക്തമായ സ്വാധീനമുണ്ട്. കാരണം സമൂഹത്തിൽ ധാർമ്മികത തകർക്കാൻ ഈശ്വരവിശ്വാസം തകർക്കണമെന്നവർ കണക്കുകൂട്ടുന്നു. അതിന് മതവിശ്വാസങ്ങളെ അസ്ഥിരപ്പെടുത്താൻ അവർ സിനിമാ ലോകത്തെ ഉപയോഗപ്പെടുത്തുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സിനിമയിൽ സമൂഹത്തിന് വെല്ലുവിളിയാകുന്ന മതനിന്ദയും മതനിരപേക്ഷതയും തകർക്കുന്ന കാര്യങ്ങളും മനഃപൂർവ്വം കുത്തിക്കയറ്റുന്നത് എതിർക്കേണ്ടത് ഇനിയും വൈകിപ്പിച്ചുകൂടാ. സമൂഹത്തിൽ അസ്ഥിരത കൊണ്ടുവരുന്നതിലൂടെ നാർക്കോട്ടിക് ജിഹാദ് പോലുള്ള സാമൂഹിക വിപത്തുകൾ വാരി വിതറാൻ ഇത്തരക്കാർക്ക് സാധിക്കുമെന്നതിൽ തർക്കമില്ല. ഈശ്വരവിശ്വാസം തകരുമ്പോൾ കെട്ടഴിഞ്ഞ പട്ടം പോലെ ജീവിതം ലക്ഷ്യമില്ലാതെ പായുമ്പോൾ ഇത്തരം സാമൂഹിക വിപത്തുകൾക്ക് വിഹരിക്കാനുള്ള ഇടമായി നമ്മുടെ യുവതലമുറ മാറും. അതുതന്നെയാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ഗൂഢലക്ഷ്യവും. ഇതിനായി സിനിമാ മേഖല പോലുള്ള പവർഫുൾ ആയ മീഡിയത്തെ അവർ ഉപയോഗപ്പെടുത്തുന്നു. ക്രൈസ്തവ വിശ്വാസങ്ങളെ നിന്ദിക്കാൻ സിനിമയിറക്കുന്നവരുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ ഇത്തരം മാഫിയ ജിഹാദ് കൂട്ടുകെട്ടുകൾ കാണാൻ കഴിയും. ഇത്തരം സിനിമകൾ മാത്രമല്ല, ഇതിന്റെ ശില്പികളുടെ ഇതര സിനിമകളും ഇത്തരം സിനിമയുടെ പ്രദർശനശാലകളും ബഹിഷ്കരിച്ചാൽ ഈ സാമൂഹിക വിപത്ത് ഒരു പരിധിവരെ തടയാനാകും. നല്ല സിനിമകൾ നാം തിരിച്ചറിയണം. അതേപോലെ തന്നെ നിഗൂഢ ലക്ഷ്യങ്ങൾ ഉള്ളിലൊളിപ്പിച്ച സിനിമകളെയും. സമൂഹത്തെ കാർന്നു തിന്നുന്ന ഇത്തരം വിപത്തിനെതിരെ ജനം പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തിയേറ്ററുകൾ തുറക്കുന്ന ഈ സാഹചര്യത്തിൽ ക്രൈസ്തവ വിരുദ്ധ സിനിമകൾ തിരിച്ചറിയാൻ ക്രൈസ്തവർക്ക് സാധിക്കണം. ഇത്തരം സിനിമകൾ ബഹിഷ്കരിക്കുന്ന അടക്കമുള്ള പ്രതികരണങ്ങൾ സ്വീകരിക്കാനും ക്രൈസ്തവർക്ക് കഴിയട്ടെ.